നമുക്കിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചൊരു നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പുരട്ടിയതാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ലഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അങ്ങനെ ക്യാരറ്റ് ഒന്നും പിന്നെ ഉരുളക്കിഴങ്ങ് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കുറച്ചിട്ടും ഉരുളക്കിഴങ്ങ് അധികമായിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ആളനുസരിച്ച് എടുക്കുമ്പോൾ അങ്ങനെ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആദ്യം പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുകും ജീരകവും പൊട്ടിച്ചെടുക്കാം. അങ്ങനെ കഴുകി വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നേരിയതായിട്ട് മുറിക്കേണ്ടതാണ്. അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുളക് പൊടി 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേവേണ്ട ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുങ്ങുന്ന ആവശ്യത്തിനായി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പിട്ട് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയോ പച്ചമുളകോ തക്കാളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മൂടി വെച്ച് വേവിച്ച് പകുതി വേവായിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ വറ്റി വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.